എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേർ ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്ന് ചെയ്യുന്ന ആസനങ്ങളെക്കുറിച്ച്. എല്ലാവർക്കും പ്രായമായവർക്കൊക്കെ ചെയ്യുന്നത് അത് നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് തറയിലിരിക്കാൻ പറ്റത്തില്ല, അപ്പം ഞങ്ങൾക്ക് ചെയ്യേണ്ടേ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ ചെയറിലോ സോഫയിലോ ഇങ്ങനെയൊക്കെയുള്ളൊരു സോഫ മിക്കവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ഒരു സോഫയോ കസേരയിലോ ഒക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ പറയുന്നത് ശരിയാണ്. യൂട്യൂബ് അങ്ങ് തുറന്ന് എന്നോട് ചോദിച്ച ആൾക്കാരാ, യൂട്യൂബ് മൊത്തം വീഡിയോകളാണ്, പക്ഷേ ഞങ്ങൾക്ക് തറയിലിരിക്കാൻ വയ്യാത്തവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഞാൻ കസേര ഇരുന്നുള്ള വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ആസനങ്ങൾ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റും. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് വിഷമിക്കേ വേണ്ട. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര ഏജ് ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലും കൈയും അനക്കാമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇത് വലിയ ആസനങ്ങൾ ചെയ്യുന്ന അതേ ഗുണം തന്നെയാണ്. സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറി, ഏകാന്തതകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഞാൻ കണ്ണിന് കഴുത്തൊക്കെ ഞാൻ മുന്നേ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഒരുപാട് വീഡിയോ നീണ്ടുപോകും. അപ്പോൾ ഷോൾഡർ മുതൽ നമുക്ക് തുടങ്ങാം. ഷോൾഡറാണ് അതിലൂടെ എന്നുകൊണ്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തിരിച്ചും മറിച്ച് ഞാനിപ്പോൾ എങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എത്ര പറ്റുന്ന അത്രയും ചെയ്യാം. ഒരു 5 ടൈംസ് ഇങ്ങോട്ട് ചെയ്യാം, 5 ടൈംസ് തിരിച്ച് ചെയ്യാം. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കൈവിരൽ, ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. 1 2 3 4 5 ഒന്ന് താഴ്ത്തി വയ്ക്കണം. അതിനുശേഷം 1 2 3 4 5 പിന്നെ റെസ്റ്റിൻ്റെ 1 2 3 4 5 അതേപോലെ തന്നെ തിരിച്ച് 1 2 3 4 5 1 2 3 4 5 ഓപ്പോസിറ്റ് 1 2 3 4 5 ഇനി ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കാം. 1 2 3 4 5 ഇപ്പം ചിലർക്ക് ഇങ്ങനെ പൊങ്ങത്തുള്ളൂ, ഇങ്ങോട്ട് പൊക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു കൈക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ മുട്ടിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ചലിപ്പിക്കുക. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ ഇനി അടുത്ത ചോദ്യം എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. മുട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പതുക്കെ അനക്കി കൊടുക്കുക. നമ്മൾ അനക്കാതിരിക്കും തോറും നമുക്ക് പെയിൻ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്. അതുപോലെ തന്നെ കാലിൻ്റെ ചെയ്യുമ്പോൾ ഞാൻ കാലിങ്ങനെ ഒന്ന് പൊക്കി, നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴ്ത്തി ചെയ്യാൻ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. ഇങ്ങനെ ബാക്കിലോട്ട് ഇരുന്നിട്ട് 1 2 3 4 5 പിന്നെ ക്ലോക്ക് വൈസ് 1. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ താഴ്ത്തി വെച്ച് ചെയ്യാം. എനിക്കങ്ങനെ താഴ്ത്തിയാൽ നിങ്ങൾക്ക് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ താഴ്ത്തി ചെയ്യുകയാണ്. 1 2 3 4 5 1 2 3 4 5 ഇത് എത്ര കൂട്ടി വേണം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ആംഗിൾ പെയിനൊക്കെ വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു വേദന, വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഒരു പെയിൻ കാണും. അതിനൊക്കെ വളരെ നമുക്ക് ബെഡിൽ ഇതുകൊണ്ട് ഇത് ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പത്രമൊക്കെ വായിക്കുകയോ ടി വിയൊക്കെ കാണുന്ന സമയത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ച് പ്രായമായി മക്കളെയൊക്കെ കല്യാണം കഴിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഇത് സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. 1 ഇങ്ങനെ ഇരിക്കുക. 1 2 3 4 5 പിന്നെ ഇങ്ങനെ 1 2 3 4 5 1 2 3 4 5 ഇനി ചിലപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് തനിയെ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക കൈക്ക്.
ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 1 2 3 4 5. ഞാൻ സ്പീഡിൽ അങ്ങ് പറയുക വീഡിയോയ്ക്ക്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ആയിപ്പോവും. 1 2 3 4 5. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാലിനിങ്ങനെ പിടിക്കാം, പറ്റുന്നവർക്ക് പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഷോൾ, ഞാനിപ്പോൾ ഷോൾ എടുത്തില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ഷോൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നീട്ടിതാ ഇങ്ങനെ കാലിൽ പിടിക്കുക. ഒരു ഷോൾ എടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് കാല് മുട്ടുവേദനയ്ക്ക് വളരെ നല്ലതാണ്. ചെയ്യാൻ പറ്റുന്നവർ ഇത് ചെയ്യുക. അതുപോലെ തന്നെ കാലിങ്ങനെ വരൽ പിടിക്കുക. ഒരു കൈ ഈ സോഫയിലൊക്കെ നമുക്കൊന്ന് ചാരിയിരിക്കാം, നമ്മൾ മറിഞ്ഞു വീഴ്ത്തില്ലല്ലോ. സോഫയാകുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് കാണുമല്ല, സപ്പോർട്ട് ചെയ്ത് പതുക്കെ സാവധാനം നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് വളരെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇനി കാലെടുത്ത് നമ്മളിങ്ങനെ വയ്ക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു കൈ കൊണ്ട് നമ്മുടെ കാൽപാദത്തിൽ പിടിക്കുക, മറ്റേ കൈ മുട്ടിൽ ഇങ്ങനെ. 1 2 3 4 5. ഇത് വെരിക്കോസ് വെയിനുള്ളവർക്ക് ഒരുപാട് ഗുണമുള്ളതാണ്. പിന്നെ ഇത് ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ കൈ വേണമെങ്കിൽ നമുക്ക് താഴെ കുത്താം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കാം. ഇപ്പോൾ ഞാൻ താഴെ കുത്തി തന്നെ കാണിച്ചു, ചിലപ്പോൾ ഇങ്ങനെ വീണ് പോകുന്നൊരു ഭയം വേണ്ട. ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ ബ്രീത്തിങ്, സാധാരണ ശ്വാസം എടുക്കുക. കൈ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് പ്രസ് താഴെ ചെയ്യുക. കണ്ടിങ്ങനെ. അതല്ല, ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ട. നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് മൂക്കിലോട്ട് നമ്മളൊരു മുട്ടിനൊരു ഉമ്മ കൊടുക്കാൻ പോകുന്നത് പോലെ കാണിക്കുക. ഇങ്ങനെ. പിന്നെ അടുത്ത കാലെടുത്ത് പൊക്കി വയ്ക്കുക. ഇവിടെ ഒരു കൈ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ 1 2 3 4 5. ഇനി അത് ക്ലോക്ക് വൈസ് 1 2 3 4 5. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാതെ 1 2 3 4 5. രണ്ട് മുട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് സമാധാനത്തോടു കൂടി. ഞാനിവിടെ സ്പീഡിൽ ചെയ്യുന്നത്, എനിക്ക് വീഡിയോ നീണ്ടുപോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കാണുന്നവർ പറയും എന്തോ ഇതുവരെയും കുറേ നേരമായല്ലോ നിർത്തുന്നില്ല എന്ന് പല വീഡിയോകളിലും പല ആൾക്കാരും പലരോടും പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി. ഇനിങ്ങനെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അത് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇതൊക്കെ മുട്ടിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, അത് നമ്മുടെ ഹിപ്പിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുന്നത് പോലെ. ശിശുപാലാസനം എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ. 1 2 3 4 5. അതുപോലെ അടുത്ത കാലം എടുക്കുക. 1 2 3 4 5. ഇതെല്ലാം നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇതെല്ലാം നിന്നുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ബെഡിലിരുന്ന് ചെയ്യാം, തറയിലിരുന്ന് ചെയ്യാം. പക്ഷേ ചിലർക്ക് തറയിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കൈ ഹിപ്പിൽ വയ്ക്കുക. ഒരു കൈ നമ്മുടെ ഹിപ്പിൽ വെച്ചിട്ട് ഒരു കൈ ഉയർത്തുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ട് ഇങ്ങനെ പതിയെ, നിങ്ങൾക്ക് ഇത്രയും പറ്റുന്നുള്ളെങ്കിൽ ഇത്രയും വന്നാൽ മതി. ഒന്ന് നോർമൽ ബ്രീത്ത് ചെയ്യുക. അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ശ്വാസം ഹോൾഡ് ചെയ്യരുത്. 1 2 3 4 5. കൈ പതിയെ താഴ്ത്തി വയ്ക്കാം. പിന്നെ അടുത്ത കൈ ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഒരു കൈ ഉയർത്തുക. ശ്വാസം വിട്ട് 1 2 3 4 5. ഇങ്ങനെ നമുക്ക് ഇത് 2 പ്രാവശ്യം കാണിക്കുന്ന, ഒരുപാട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്കിത് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൈ സോഫയെ കുത്താൻ പറ്റുമെങ്കിൽ, അതാണ്ട് ഇങ്ങനെ ഒന്ന്, സോഫയാണ് ഇതിന് ബെറ്റർ. കൈ ഒന്ന് കുത്തുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കാണിക്കുന്നത്. കൈ ഇങ്ങനെ കുത്തുക, ശ്വാസം എടുക്കുക. അപ്പം അത് എത്ര നിങ്ങൾക്ക് താഴെ വരാവും അത്രയും. 1 2 3 4 5. അപ്പം നമുക്ക് ഇവിടെ നല്ല, ഇവിടുത്തെ കൊഴുപ്പുകളൊക്കെ മാറാൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ ചെയ്യുക. ഒരു ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ചെയ്യുക, അല്ലാതെയും ചെയ്യാം. 1 2 3 4 5.
പിന്നെ നമുക്ക് മുട്ടിന് ഫ്ലൂയിഡ് കിട്ടാൻ നല്ലതായിട്ട് മുട്ടിലിങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ട്, ഇപ്പം നമ്മൾ നിന്നുകൊണ്ടാണെങ്കിൽ നമുക്കിങ്ങനെ മുട്ടുന്നൊന്നല്ല, കുറച്ച് ഫ്രണ്ടിലോട്ട് ഇത് ഇങ്ങനെ ചെയ്യാം. 1 2 3 4 5. പിന്നെ ഇങ്ങനെ 1 2 3 4 5. പിന്നെ കൈ കൊണ്ട് 1 2 3 4 5. ഇനി ചിലരുടെ ചോദ്യമാണ്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്നോട് ചില ആൾക്കാർ ചോദിക്കും, മുട്ടൊന്നും വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ബാക്കിയുള്ളവർ സൂര്യനമസ്കാരം ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു? സൂര്യനമസ്കാരം അല്ല, അതിനെ ഒന്ന് ഓപ്പെടുത്തി ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് കുനിയാൻ വേണ്ടി. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് പതിയെ കൈ ഇങ്ങനെ വയ്ക്കുക, കൈ രണ്ടും കുനിയാൻ പറ്റുന്ന എത്രയെങ്കിലും കുനിയാൻ പറ്റുന്നത് ചെയ്യുക. എൻ്റെ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് അടുത്ത താഴ്ത്തി കൊണ്ടുവരിക. എൻ്റെ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട്. നിങ്ങൾക്കും സൂര്യനമസ്കാരവും അല്ലെങ്കിൽ അതുപോലൊക്കെ ഒന്ന് കുനിയാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. സൂര്യനമസ്കാരം അല്ല, ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ നമസ്കാരം. ശ്വാസം വിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മുട്ടൊന്ന് ഉയർത്തുക, മുട്ടൊന്ന് ഉയർത്തി കൈ രണ്ടും ഇങ്ങനെ ഒന്ന് പിടിച്ച് പതിയെ ഉയർത്തുക. നമുക്ക് കൈയും കാലും ഒക്കെ ഒന്നും വയ്യ, ഇത്തിരി ഏജിലായി, എനിക്ക് പറ്റുന്നില്ല. ഏജ് നമുക്ക് ഒരു കാര്യവും അല്ല, ഒന്നിനും തടസ്സമല്ല. ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ വയ്യായ്മയുണ്ടെന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇങ്ങനെ ഒന്ന് മടക്കുക, കാല് മടക്കാൻ പറ്റാത്ത പതിയെ പതിയെ, ഒരുപാട് പ്രസ് ചെയ്യലും കുഴപ്പമില്ല, ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോ? പിന്നെ ഇങ്ങനെ 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 അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോഡി ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇരുന്ന് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇരുന്ന് കൊണ്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ പ്രാണായാമത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ പ്രാണായാമത്തിൻ്റെയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പ്രാണായാമം കൂടെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ തന്നെ നട്ടലിൽ നിവർന്നിരുക. വളരെ സന്തോഷവാന്മാരും ഒക്കെ ആയിട്ട് കണ്ണുകളടച്ച് നമ്മുടെ ബോഡിയെ തന്നെ ഒന്ന് നോക്കുക. ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. 2 പുരികങ്ങളുടെയും മധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഒരു പ്രകാശത്തെ കാണാൻ ശ്രമിക്കുക. അതെൻ്റെ ശരീരം ആസകലം വന്ന് നിറയുന്നതായി സങ്കല്പിക്കുക. എൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുകയാണ്. ഐ ആം ഹെൽത്തി. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്. ഐ ആം സ്ട്രോങ്. എന്തിനേയും തരണം ചെയ്യുവാനുള്ളൊരു ശക്തി എന്നിലുണ്ട്. ഐ ആം ഹാപ്പി. ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. കൈവെള്ള കൂട്ടി തിരുമ്മി കണ്ണിന് ചൂട് കൊടുക്കുക. വീണ്ടും കവിളിനും കഴുത്തിനും പതിയെ കണ്ണ് തുറക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്ക് നല്ല ചുറുചുറുക്കും ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളായിരിക്കും. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. എത്ര വയ്യായ്മയുള്ള ആളുകൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഞാൻ അടുത്ത വീഡിയോയിലുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ മുന്നേ ഉള്ള വീഡിയോകൾ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ എനിക്കൊരു വ്ളോഗുണ്ട്, ലതിക ആൻഡ് ഫാമിലി, അത് നിങ്ങൾ കാണണം. ഞങ്ങളിപ്പം എൻ്റെ യോഗ സ്റ്റുഡൻസുമായിട്ടൊരു യാത്ര പോയി, നല്ലൊരു വീഡിയോ ആണ് റിസോർട്ടിൽ പോയത്. അതൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.